ഫുട്ബോൾ അത് വെറുമൊരു കളിയല്ല, അതൊരു വികാരമാണ്. ആ വികാരത്തിന് അർജന്റീന എന്നും ലയണൽ മെസ്സി എന്നും പേര് നൽകിയാൽ അത് ചരിത്രമാകും. നീലയും വെള്ളയും കലർന്ന ആ ജേഴ്സിക്ക് പിന്നിൽ ഒരു ജനതയുടെ മുഴുവൻ സ്വപ്നങ്ങളുണ്ട്. മൈതാനത്ത് പന്ത് മെസ്സിയുടെ കാലിലെത്തിയാൽ അവിടെ നിയമങ്ങൾ മാറുന്നു, ഗണിതങ്ങൾ തെറ്റുന്നു. കാലത്തിന്റെ കാൽപന്തിൽ മാന്ത്രിക വിരിയുന്ന നിമിഷങ്ങൾ, കഠിനാധ്വാനത്തിന്റെയും അർപ്പണബോധത്തിന്റെയും അവസാന വാക്ക്. ചെറിയ മനുഷ്യന്റെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ച ഫുട്ബോൾ ദൈവം. പരാജയങ്ങളിൽ തളരാതെ ഓരോ തവണ വീഴുമ്പോഴും കൂടുതൽ കരുത്തോടെ ഉയർത്തെഴുന്നേൽക്കുന്ന വീരന്മാരുടെ സംഘം. അർജന്റീന എന്നത് കേവലം 11 കളിക്കാർ മാത്രമല്ല, അതൊരു കുടുംബമാണ്. ആത്മവിശ്വാസത്തിന്റെ പര്യായമായ കുടുംബം. ലഹരിയായി മാറിയ ആ നീലപ്പട. ഹൃദയം കൊണ്ട് ഞങ്ങൾ എപ്പോഴും അർജന്റീനയ്ക്കൊപ്പമാണ്. വാമോസ് അർജന്റീന. ചില കഥകൾ അങ്ങനെയാണ്. വേദനയുടെയും കണ്ണീരിന്റെയും പടവുകൾ താണ്ടി വേണം വിജയത്തിന്റെ കൊടുമുടിയിലെത്താൻ. അർജന്റീനയുടെ കഥയും അങ്ങനെ തന്നെയാണ്. അതൊരു ജനതയുടെ വികാരമാണ്, തലമുറകൾ കൈമാറുന്ന പ്രണയമാണ്. മെസ്സി, മിസിഹ എന്ന മെസ്സി. അദ്ദേഹം മൈതാനത്തേക്ക് ഇറങ്ങുമ്പോൾ അതൊരു സാധാരണ കളി മാത്രമല്ല, ഒരു കുഞ്ഞുകാലിൽ ലോകം മുഴുവൻ ചുരുങ്ങുന്ന നിമിഷമാണ്. തോൽവികളിൽ തകർന്നുപോയ ഓരോ തവണയും ആ കണ്ണുകളിൽ കണ്ടത് വെറും സങ്കടമായിരുന്നില്ല, മറിച്ച് എങ്ങനെയെങ്കിലും തന്റെ രാജ്യത്തിന്റെ കണ്ണീരൊപ്പണമെന്ന വാശിയായിരുന്നു. ലിയോ, നീ വെറും ഒരു ഫുട്ബോൾ താരമല്ല, നീ ഞങ്ങളുടെ പ്രത്യാശയാണ്, നീ ഞങ്ങളുടെ പ്രണയമാണ്. നീലയും വെള്ളയും നിറം കണ്ണിൽ കാണുമ്പോൾ നെഞ്ചിലൊരു വിങ്ങലാണ്. വീണുപോയപ്പോഴൊക്കെ ലോകം എഴുതി തള്ളിയെങ്കിലും ഒരിക്കലും കൈവിടാത്ത വിശ്വാസത്തിന്റെ പേരാണ് അർജന്റീന. ആ ജേഴ്സിയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഓരോ ആരാധകരും ഒരേ വികാരമാണ്. വാമോസ് അർജന്റീന എന്നത് വെറുമൊരു വിളിയല്ല, അതൊരു പ്രാർത്ഥനയാണ്. കാലം എത്ര മാറിയാലും തലമുറകൾ എത്ര മാറിയാലും ആ നീലപ്പടയോടുള്ള ഈ പ്രണയം അവസാനിക്കില്ല. കാരണം ഫുട്ബോൾ അവസാനിക്കുമ്പോൾ പോലും മെസ്സിയും അർജന്റീനയും ഞങ്ങളുടെ ഓർമ്മകളിൽ മായാതെ നിൽക്കും. 75 മിനിറ്റ് പിന്നിടുമ്പോഴും ഈജിപ്ത് 2 ഗോളുകൾക്ക് മുന്നിൽ നിൽക്കുമ്പോഴും ഞങ്ങളുടെ പ്രത്യാശ, ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾ കൈവിട്ടിട്ടില്ലായിരുന്നു. കാരണം കാലുകൾ കൊണ്ട് മാന്ത്രികത കാണിക്കുന്ന ആ കാൽപന്ത് കളിക്കാരൻ മിസിഹ എന്ന മെസ്സി ആ ഗ്രൗണ്ടിലുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയായിരുന്നു. ഒന്നുകൂടി ഉറപ്പിച്ചു പറയാം, 2026 ലോക ഫുട്ബോൾ അവസാനിക്കുമ്പോൾ ഫൈനൽ കളിക്കുന്നത് അർജന്റീനയാണ്. അവസാനം ആ കപ്പും കൊണ്ടുപോകുന്നതും അർജന്റീന തന്നെയാണ്. വാമോസ് അർജന്റീന.